നാഗറാണി സീരിയലിൽ മെയ് 11 ടി വിയിൽ വരാനിരിക്കുന്ന എപ്പിസോഡ് എൻ്റെ മക്കളെ പൊളിയാണ്. ചെന്നായയും പൂർവിയും കൂടെ നേർക്ക് നേരെയുള്ള പോരാട്ടമാണ്. പൂർവി മരിക്കുന്നു. അതെ, പൂർവി മരിക്കുകയാണ് മക്കളെ. പക്ഷേ അങ്ങനെ പൂർവിയെ മരിക്കാനായിട്ട് മഹാദേവൻ അനുവദിക്കുവോ? മഹാദേവൻ സാക്ഷാൽ പരമശിവൻ, ശിവന്റെ പാമ്പുകൾ പൂർവിയെ രക്ഷിക്കുന്നു. പൂർവിയും ചെന്നായയും കൂടെ നേർക്ക് നേരെയുള്ള ഫൈറ്റാണ്. പൂർവിയുടെ നാഗശക്തികളെല്ലാം ഉണരുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ അനന്ത പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അനന്തയുടെ വീട്ടുകാരറിയുന്നു. മൊത്തം ഞെട്ടലുകൾ. ചെന്നായിയും പൂർവിയായിട്ടുള്ള ഫൈറ്റ് എന്തായി? ഒരു കിടുക്കൻ പൊളപ്പൻ എപ്പിസോഡാണ് തിങ്കളാഴ്ച മെയ് 11 ടി വിയിൽ വരാനിരിക്കുന്നത്. ആ എപ്പിസോഡ് എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എപ്പിസോഡ് 16 അല്ല, എപ്പിസോഡ് 11 ഓഫ് നാഗകന്യക 7 അഖ നാഗറാണി. വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നതിന്റെ ബാക്കിയായിട്ട് പൂർവി ഓടുന്നു. പൂർവിയുടെ പിറകെ ചെന്നായ ഓടുവാണ്. ഇതേ സമയം ഉത്തരാമയും നമ്മുടെ ഭരണിയും കൂടെ ക്ഷേത്രത്തിൽ നിൽക്കുവാണ്, നാഗക്ഷേത്രത്തിൽ. അപ്പോൾ ഉത്തരാമ പറയണം, എന്താണ് പ്രകൃതിക്ഷോഭം? മഹാറാണിയുടെ ആദ്യത്തെ പാമ്പിൻ പടം ഉരിഞ്ഞിട്ട് 24 മണിക്കൂർ പോലും ആയില്ല. ഇതിനു മുമ്പേ പരീക്ഷണങ്ങൾ തുടങ്ങിയോ? എന്തോ അപകടം ഉണ്ടല്ലോ എന്നിങ്ങനെ ഭരണിയുടെ അടുത്ത് പറയുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷിച്ചാലോ എന്നിങ്ങനെ ഭരണി ചോദിക്കുകയാണ്. ഇതേ സമയം ഇന്നലെ പൂർവി ഒരു ബസ്സിൽ കയറി വന്നല്ലോ, മറ്റേ ഡ്രൈവർ ഒരു ബസ്സിന്റെ കൂടെ ഫാസ്റ്റ് ആയിട്ട് ഓടിയിട്ട്. അപ്പൊ ആ ഡ്രൈവർ പുതിയ കണ്ടക്ടറാണ്. കണ്ടക്ടർ അടുത്ത് പറയാണ്, ഇന്നലെ നീ ലീവ് ആയിരുന്നല്ലോ, ഒരു കാര്യമുണ്ട്, ഇന്നലെ ഈ ബസ്സിന്റെ കൂടെ ഒരു പെണ്ണ് ഓടി പിടിച്ച് ഭയങ്കര ഫാസ്റ്റ്, ഈ ബസ്സിനെക്കാളും ഫാസ്റ്റ്. പെണ്ണോ? ഏത് പെണ്ണ് എന്നിങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂർവി എന്ത് ചെയ്യുന്നു? ആ റോഡിൽ കൂടെ വീണ്ടും ഇന്ന് അതുപോലെ ഓടുന്നു. നോക്കിക്കേ, നോക്ക്, ആ പെണ്ണ്. അപ്പോഴത്തേക്കും ഡ്രൈവർ, കണ്ടക്ടർ, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ കഞ്ചാവ് അടിച്ച് ഓരോന്ന് പറയില്ലേ എന്ന് പറയാണ്. അപ്പൊ ഇന്നലെയും പൂർവി ബസ്സിന്റെ കൂടെ ഓടി, ഇന്ന് പൂർവി ചെന്നായെ വെട്ടിക്കാനായിട്ട് അതിന്റെ ഫ്രണ്ടേ ഓടിയതാണ്. അങ്ങനെ ഇന്നും ഓടുന്നു. ദെൻ പൂർവിയുടെ പിന്നാലെ ചെന്നായ ഓടുകയാണ്. പൂർവി ഓടി ഒരു കാട്ടിലെത്തുകയാണ്. കാട്ടിലെത്തുമ്പോഴത്തേക്കും ചന്ദ്രൻ, നിലാവ്, നല്ല പൂർണ്ണ ചന്ദ്രൻ പൂർവിയുടെ ദേഹത്ത് ഇങ്ങനെ ചന്ദ്രന്റെ പ്രകാശം അടിക്കുകയാണ്. പൂർവി എപ്പോഴും കോട്ട കെട്ടോണ്ടല്ലേ നടക്കുന്ന, തണുപ്പായോണ്ട് പൂർവി കോട്ടൊക്കെ വലിച്ചൂരി എറിഞ്ഞ് ചന്ദ്രനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയം ക്ഷേത്രത്തിൽ ഉത്തരാമ്മ 3ാം ഘട്ടം ആവാറായിരിക്കുകയാണ്. മൊത്തത്തിൽ 4 ഘട്ടമുണ്ട്, ഇത് 3ാം ഘട്ടമാണ്. പൂർവി നാഗകന്യകയായിട്ട് മാറാൻ തുടങ്ങുന്നതിന്റെ 3ാം ഘട്ടം. അപ്പൊ ഭരണി ചോദിക്കുകയാണ്, എവിടെ നമ്മുടെ നാഗറാണി? ഇപ്പൊ എവിടെയാണ്? എന്തെങ്കിലും വഴിയുണ്ടോ കണ്ടുപിടിക്കാൻ? ഉണ്ട്, നീ നിന്റെ കൈ ഇങ്ങിതാ. അപ്പൊ നമ്മുടെ ഭരണി കൈ കൊടുക്കുന്നു. അപ്പൊ ഭരണിന്റെ കൈയുടെ മുകളിൽ എന്ത് ചെയ്യാണ്? ഉത്തരാമ ഇങ്ങനെ കൈകൾ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ ഉത്തരാമയുടെ കൃഷ്ണമണിയിൽ പൂർവി ഇപ്പൊ എവിടെയാണ്? ചെന്നായ പൂർവി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. പൂർവി ഓടി ഒരു മലയിലെത്തുന്നു. മലയുടെ അവസാനം എത്തുന്നു. ഈ എങ്ങോട്ട് പോകും? ഒരു പിടിയുമില്ല. ചെന്നായ ആക്രമിക്കാൻ വരുമ്പോൾ പൂർവി ഇങ്ങനെ മാറുന്നു. കാല് തെറ്റി കൊക്കയിൽ വന്നു ഒരു മലമുകളിൽ നിന്ന് വന്ന് താഴെ വീഴുവാണ്. താഴെ വീണ് തലയൊക്കെ വന്ന് ഇടിച്ച് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പൂർവി അങ്ങ് മരിക്കുന്നു. അവിടെ കിടന്ന് പൂർവിയുടെ ജീവൻ പോവുകയാണ്. പൂർവി അവിടെ കിടന്നങ്ങ് മരിക്കുന്നു. അപ്പൊ ചെന്നായ മുകളിൽ നിന്ന് ഓ എന്ന് പറഞ്ഞിരുന്ന് കൂവുന്നുണ്ട്. പക്ഷേ പൂർവിയെ മരിക്കാൻ സാക്ഷാൽ മഹാദേവൻ വിട്ടില്ല. മഹാദേവന്റെ പാമ്പുകൾ എല്ലാം കൂടി അങ്ങോട്ട് ഇഴഞ്ഞു വന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനം മറയ്ക്കും. ഈ ഇഷ്ടം പോലെ പാമ്പുകൾ വന്ന് ഈ പൂർവിയുടെ ദേഹത്ത് ഇങ്ങനെ കയറി ചുറ്റി വരിഞ്ഞ്, അത് വഴുവഴായിരിക്കുന്ന പാമ്പുകളാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവേ. പൂർവിയുടെ മുഖത്ത് കൊത്തുന്നു, കൈ, കാല്, ശരീരം മൊത്തം കൊത്തുന്നു. കൊത്തി പൂർവിയുടെ മുഖം മൊത്തം ബ്ലഡാണ്. ഇങ്ങനെ പാമ്പിന്റെ കൊത്തറയില്ല, 2 കൊത്താണ്. കൊത്തി മൊത്തം ബ്ലഡ്, മുഖത്ത് മൊത്തം ബ്ലഡ്, കയ്യില്, കാലില്, ശരീരത്തിന് മൊത്തം ബ്ലഡ്. അങ്ങനെ പൂർവി ബ്ലഡ് കൊണ്ട് ആകെ ഒരുമാതിരിയായിട്ട് ഇരിക്കുവാണ്. അവസാനം പൂർവി അതിന് പാമ്പ് കൊത്തുമ്പോൾ പൂർവി കരഞ്ഞു വിളിക്കുകയാണ്. ബോധം വന്ന് അപ്പൊ ചത്തിട്ടില്ല, പൂർണ്ണമായിട്ടും ചത്തിട്ടില്ല. അപ്പോഴത്തേക്കും ഉത്തരാമ്മ പറയുവാണ്, 3ാമത്തെ ഘട്ടമാണിത്, മഹാദേവൻ തൃക്കണ്ണ് തുറക്കുന്ന നിമിഷമാണിത് എന്നെല്ലാം പറയുന്നു. അങ്ങനെ പാമ്പുകളെല്ലാം കൊത്തിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുമ്പ് പൂർവി ബോധമില്ല എഴുന്നേറ്റ് അവിടെ നിന്ന് എന്ന് പറഞ്ഞ അലറി വിളിക്കുകയാണ്. പൂർവി അലറി വിളിക്കുന്നതാണ് അവ ചെന്നായ. ഇവിടെ ചത്തില്ലേ? ചെന്നായ മലമുകളിൽ നിന്ന് പയ്യെ ഓരോ പാറകളിലും ചാടി താഴെ എത്തുന്നു. താഴെ എത്തുമ്പോൾ പൂർവി എന്ത് ചെയ്യുന്നു? പൂർവിയെ കണ്ട് ചെന്നായ പൂർവിയുടെ അടുത്തോട്ട് ഓടിപ്പോവാൻ തുടങ്ങുമ്പോഴത്തേക്കും പൂർവി ചെന്നായയുടെ അടുത്തോട്ട് ഓടിപ്പോയി ചെന്നായുടെ തലമണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഇടി വെച്ചോളൂ. ചെന്നായ ദൂരെ തെറച്ച് വീഴുകയാണ്. എന്നിട്ട് പൂർവി അടുത്ത് ചെന്നായ ആക്രമിക്കാനുള്ള പൂർവി നിരങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഒരു വലിയ തടിക്കഷണം എടുത്ത് ചെന്നായ എറിയുന്നു. തടിക്കഷണം പൊട്ടിച്ചെതറി പോവുകയാണ്. അതിനുശേഷം പൂർവി നമ്മളിങ്ങനെ നാണം കൊണ്ട് കളം വരയ്ക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ഈ കബഡിയൊക്കെ കളിക്കാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ കളമൊക്കെ വരച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? ചെന്നായെ അടിച്ചിടാൻ വരുമ്പോൾ ചെന്നായ പൂർവി അടിച്ച് ദൂരെ എറിയുന്നു.
അടുത്ത് ചെന്നായ കടിക്കാനായിട്ട് പൂർവിയുടെ മോളിൽ ഇങ്ങനെ ചാടി വീഴുമ്പോൾ പൂർവി ഇങ്ങനെ എടുത്ത് ഒരൊറ്റ എറിയുന്നു അടുത്ത്. വീണ്ടും ചെന്നായ ചാടി പൂർവിയുടെ മോളിൽ വരുമ്പോൾ പൂർവി അടിയിൽ കൂടെ നിരങ്ങി പോവാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു പൂർവി അതിനുശേഷം ഒരു ഷാളിന്റെ പൂർവിയുടെ ഷാളിന്റെ പുറത്താണ് ചെന്നായ വന്നിരിക്കുന്നത്. ഷാൾ ഇങ്ങനെ വലിച്ചു പൊക്കുന്നതും ചെന്നായ ദൂരെ തെറിച്ച് വീഴുന്നു. എന്നിട്ട് പൂർവിയെ ചെന്നായ ഓട്ടിക്കുന്നു. പൂർവി ഓടി ഒരു ചുമരില് ഇതുപോലെ ഒരു ചുമരിൽ ചവിട്ടി കയറി റിവേഴ്സ് അടിച്ച് യൂ ടേൺ അടിച്ച് ചെന്നായിക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കുകയാണ്. എന്നിട്ട് പൂർവി എന്ത് ചെയ്യുന്നു വീണ്ടും ചെന്നായയുടെ 2 കൈയിലും കൂടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഊന്ന് പറഞ്ഞ് ആ ഒരു നാഗശക്തി ഉണ്ടല്ലോ ആ ശക്തി വെച്ച് ഊതുമ്പോഴത്തേക്കും ചെന്നായ ആകെ പടമായിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു പൂർവി തൻ്റെ നാക്ക് നീട്ടി പാമ്പിന്റെ നാക്ക് നീട്ടി ഒരു ഒറ്റ കൊത്ത് ചെന്നായ ഇവിടെ കൊത്തിയിട്ട് വലിച്ചെറിയുന്നു. ചെന്നായ ചാവുന്നു. പൂർവി അപ്പം തന്നെ അലറിക്കൊണ്ട് ബോധം കെട്ട് വീഴുന്നു. നേരം വെളുക്കുമ്പോൾ പൂർവിക്ക് ബോധം വരുന്നു. പൂർവി എഴുന്നേറ്റിട്ട് ഇന്നലെ എന്താ സംഭവിച്ചത്, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ, ഇന്നലെ ചെന്നായ എന്നെ ആക്രമിക്കാൻ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ മലയുടെ താഴെ അപ്പോൾ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലറി പൂർവി വിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അനന്തയുടെ വീട്ടിൽ അനന്ത പോലീസുകാരുടെ അടുത്ത് നടന്ന സംഭവമൊക്കെ പറഞ്ഞിട്ട് മൊഴി കൊടുക്കുവാണ്. എൻ്റെ അനിയനെയും അതുപോലെ തന്നെ പൂർവിയെയും ഇന്നലെ എന്ത് ചെയ്തു, ചെന്നായ ആക്രമിച്ചു, അനിയനെ ഞാൻ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്, പൂർവി അവളെ ഇതുവരെ കാണാനില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, എത്രയും വേഗം കണ്ടുപിടിച്ചറിയാൻ നമ്മുടെ അമ്മയും അച്ഛനും വീട്ടിലില്ല, അവരുടെ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പൂർവി പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുകയാണ്. എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കുന്നു. എനിക്കൊന്നും പറ്റിയില്ല പൂർവി. ഇല്ല ചേച്ചി, ആ ചെന്നായ എന്നെ ആക്രമിക്കാൻ വന്നു, പക്ഷേ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, എനിക്കൊന്നും ഓർമ്മയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ്, ചെന്നായ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒന്നും പറ്റാത്തത്, ഒന്നും പറ്റിയില്ലല്ലോ, മുറിവൊന്നുമില്ലല്ലോ, അതെനിക്കറിയില്ല, പക്ഷെ ചെന്നായ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ഭരണിയും ഉത്തരാമ്മയും കൂടെ പുറത്തിറങ്ങി എന്ന് നോക്കുമ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശമാണ്, ഇടിയും മഴയൊക്കെ കൊണ്ട് പെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഭരണി പറയാണ്, എന്താ കാലാവസ്ഥ മോശം, നമ്മുടെ നാഗറാണി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഉത്തരാമ്മ, അത് ചന്ദ്രൻ ആയില്യം നക്ഷത്രത്തിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മുടെ നാഗറാണിക്ക് ഒരു അപകടം വരാൻ പോവാണ്. അപ്പോൾ ഭരണി ചോദിക്കുകയാണ്, അതെങ്ങനെ 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നാഗകന്യകയാകും എന്നല്ലേ പറഞ്ഞത്, അടുത്ത 24 to 72 മണിക്കൂറിനകത്ത് പൂർണ്ണമായിട്ടും നാഗകന്യകയാകും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഉത്തരാമ പറയുകയാണ്, ഒരു പാമ്പ് 100 വർഷം തപസ്സിരുന്നാലാണ് അതിനൊരു മനുഷ്യനായിട്ട് മാറാനുള്ള ഇച്ഛാധാരി വരദാനം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നാഗറാണി ജന്മന ഒരു ഇച്ഛാധാരി നാഗകന്യകയാണ്, പക്ഷെ ഇപ്പോഴാണ് ആ ശക്തി കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന അടുത്ത 72 മണിക്കൂർ മീൻസ് 3 ദിവസം, ആ 3 ദിവസത്തിനുള്ളിൽ 100 വർഷം തപസ്സിരിക്കുമ്പോൾ ഒരു പാമ്പ് എന്തെല്ലാമാണോ അനുഭവിക്കേണ്ടത് അതിനേക്കാൾ ഉപരി എന്തായിരിക്കും, പരീക്ഷണങ്ങളായിരിക്കും നമ്മുടെ നാഗറാണിക്ക് നേരിടേണ്ടി വരുന്നതെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ വേണം ആ അപകടത്തിൽ നിന്നെല്ലാം രക്ഷിക്കാനായിട്ട് കൂടെ ഉണ്ടാവേണ്ടതെന്ന് ഉത്തരാമ ഭരണിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ഇതേ സമയം നമ്മുടെ പരമീത്, ബൽജീത്ത്, സമീർ, ഋഷഭ് ഇവർ 4 പേരും കൂടി ഇവരുടെ ചെന്നായ മരിച്ച കാര്യം അറിഞ്ഞു, അതായത് സോറ മരിച്ച കാര്യം അറിഞ്ഞു. പരമീത് നോക്കിയിട്ട് പറയാണ്, സാധാരണ ചെന്നായ 15 വർഷം വരെ ജീവിക്കത്തുള്ളൂ, പക്ഷെ ഇതിനെ ഞാൻ സ്നേഹത്തോടെ വളർത്തി, ഇതിന് 24 വയസ്സുണ്ട്, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാഗകന്യകയെ കൊന്നതാണ്, ഒരു നാഗകന്യകയെ കൊന്നിട്ട് നാഗകന്യകയായിട്ട് അറ്റാക്ക് നടന്നിട്ട് അന്ന് ആ നാഗകന്യകയാണ് മരിച്ചത്, ഇന്നിപ്പോൾ ഇതിന് എന്താ പറ്റിയത് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുകയാണ് നമ്മുടെ എപ്പിസോഡ് 1 വന്നിട്ടുള്ള ചെന്നായ ഇല്ലേ, അത് ഈ സെയിം ചെന്നായാണ് നമ്മുടെ എപ്പിസോഡ് 1 വന്നിട്ടുള്ള പ്രത അല്ലെങ്കിൽ പ്രഗതി എന്ന് പറയുന്ന ആ ഒരു അനന്തയുടെ അമ്മ ഇല്ലേ, മരിച്ചുപോയ അനന്തയുടെ അമ്മയെ കൊന്നത് ഈ ചെന്നായാണ്, കൊന്നല്ല അറ്റാക്ക് ചെയ്ത് ഈ ചെന്നായാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴും എന്നിട്ട് ഇതങ്ങനെ മരിച്ചു പോയി എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം പോലീസ് പറയാണ്, നമ്മൾ കൂടുതൽ കാര്യം തിരക്കാം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പറയാമെന്ന് പറയുന്നു. അപ്പോൾ പൂർവി പറയാണ്, എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേച്ചി, എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തി കയറിയ പോലെയാണ് എനിക്ക് അന്നേരം തോന്നിയെന്ന് പറയുന്നു. പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അനന്ത പറയാണ്, പൂർവി നീ പറഞ്ഞത് ശരിയാണ്, രവീഷിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവൻ്റെ കുടുംബവും വിശ്വസിക്കാൻ കൊള്ളില്ല, ഇപ്പം എനിക്കത് മനസ്സിലായി, ഇനി ഞാൻ എൻ്റെയും നിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും എൻ്റെ വയറ്റിൽ കിടക്കുന്ന ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം മാത്രമേ ഇനി ഞാൻ ചിന്തിക്കുള്ളൂ, അതിനുവേണ്ടി ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറയുകയാണ്. അനന്ത ഈ പറയുന്ന വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യമെല്ലാം കേട്ടോണ്ട് ശാലിനിയും ഗുരീന്ദ്രനും, അതായത് അമ്മയും അച്ഛനും കേട്ടോണ്ട് വരുന്നു. അവരിങ്ങനെ ലഗേജൊക്കെ കൊണ്ടാണ് വന്നത്, അവരുടെ ഇരിക്കുന്ന ലഗേജൊക്കെ ഞെട്ടലോടെ താഴെ വീഴുകയാണ്. ഇതെല്ലാം കല്യാണം കഴിക്കാത്ത മോള് ഗർഭിണിയാണെന്ന് അറിയുന്ന അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ വെച്ചിട്ടായിരിക്കും മിക്കവാറും തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടോ, നാഗറാണി സീരിയൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെയുള്ള താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇനി വരാനിരിക്കുന്ന കിടുക്കാച്ചി എപ്പിസോഡുകളാണ്. ഒരു ബ്ലഡ് വെഡിങ് വരുന്നുണ്ട് മക്കളെ, തീപ്പൊരി സാധനമാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, അടുത്ത എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.